നമസ്കാരം. 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 ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറച്ച് മാഷകൾ. ഞാൻ ഹോസ്റ്റ് ജെറിൻ ജേക്കബ് ജോൺ. ഞാൻ ഹോസ്റ്റ് ജോയൽ തോമസ്. ഹോസ്റ്റ് ഡാനിയൽ റിജുമോൻ. അപ്പോൾ സാറ്റർഡേ കോർണർ കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഐ എസ് എല്ലൊന്ന് വൈറലായിട്ട് ഞങ്ങൾ തിരിച്ചു പോയതാണ്. ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലത്തിലേറെയായി. ഒരു കൊല്ലത്തിൽ കൂടുതലായി. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോവയ്ക്കെതിരെയുള്ള കളി പ്രഡിക്ഷൻ പറഞ്ഞ് ഒരു പോക്ക് പോയതാണ്. പിന്നെ സാറ്റർഡേ കോർണറല്ല നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മൾ സാറ്റർഡേ കോർണർ തിരിച്ചു വന്നു. ഇനി മുതൽ സാറ്റർഡേ കോർണർ. പക്ഷേ ഇതിൻ്റെയൊക്കെ കോമഡി എന്ന് പറഞ്ഞാൽ സ്പോർട്സിൻ്റെയൊക്കെ സീസൺ തീരുന്ന, അതായത് സീസൺ എൻഡിലാണ്. IPL ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും കംപ്ലീറ്റ് തീർന്നു. ഇനിയിപ്പോ ഫൈനൽ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലായിടത്തും ക്വാർട്ടർ ഫൈനൽസും മാത്രമേ ബാക്കിയുള്ളൂ. അതെ, പിന്നെ ഇന്റർനാഷണൽ കളികൾ ഇപ്പോ വരുന്നേ ഉള്ളൂ. ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും T20, വേൾഡ് കപ്പ്, കോപ്പ അമേരിക്ക, യൂറോ കപ്പ് വരുന്നേ ഉള്ളൂ. നമുക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പറ്റും. അതെ, അങ്ങനത്തെ നമ്മളെ ഇന്റർനാഷണൽ കളികൾ ഇനിയും ഇടും. ബാക്കിയെല്ലാം തീർന്നു പോയി. ഇനി അടുത്ത സീസൺ എൻഡിൽ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് ക്ഷമ ചോദിക്കുന്നു. സെറ്റാവും. ഓക്കെ, അപ്പൊ ജെറിനെ നമ്മുടെ എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ? നമുക്ക് ജോയലിന്റെ അടുത്ത് തന്നെ ആദ്യമായിട്ട് ചോദിക്കാം. ജോയൽ വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. ജോയൽ, അപ്പൊ നീയോ? അല്ല, ഞാനൊരു വീഡിയോ ചെയ്തു. സാറ്റർഡേ കോർണറിൽ ഞാൻ പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ഞാനും വന്നു. അപ്പോൾ നമുക്ക് സാറ്റർഡേ കോർണറിൽ പ്രധാന വിഷയമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം സുനിൽ ഛേത്രി വിരമിച്ചു. അതാണ് ഒന്നാമത്തെ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. വിരമിക്കൽ പ്രഖ്യാപിച്ചു. അപ്പോൾ 2 ഡെക്കേഡായിട്ട് പുള്ളിക്കാരൻ ഇന്ത്യൻ ടീമിന് വേണ്ടി സുപ്രധാനമായി സ്കോറുകൾ ചെയ്യുന്നൊരു വ്യക്തിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ISL ആണെങ്കിലും ഐ ലീഗിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ഇന്ത്യൻ പ്ലെയർ ആണ്. അതുപോലെ തന്നെ IPL എന്നാണ് വരുന്നത്. ISL ഏറ്റവും ആദ്യമായി ഒരു ഹാട്രിക്ക് നേടിയ ഇന്ത്യൻ പ്ലെയർ ആണ്. അപ്പോൾ ഇന്ത്യൻ പ്ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ ISL ഗോളുള്ള വ്യക്തിയും പുള്ളിക്കാരൻ തന്നെയാണ്. അതുപോലെ എല്ലാവർക്കും അറിയാം, ഇന്റർനാഷണൽ ഫുട്ബോൾ ലെവലിൽ ടോപ്പ് സ്കോറർ പട്ടികയിൽ, അപ്പോൾ റിട്ടയർഡ് അല്ലാത്ത ടോപ്പ് സ്കോറർ പട്ടികയിൽ ആദ്യത്തെ ടോപ്പ് 3 റൊണാൾഡോയോടും മെസ്സിയോടും ഉൾപ്പെടെ ചേർന്ന് നമുക്ക് ഭയങ്കര അഭിമാനകരമായിട്ടുള്ള സംഭവമാണ്. മെസ്സിയും റൊണാൾഡോയും ഇനിയും കുറെ നാള് ഇപ്പോഴേ ഒന്നും ആ റെക്കോർഡ് പൊട്ടിക്കത്തില്ലാരും. ഇല്ലായിരിക്കാം. അതുപോലെ പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യ ഒരു വേൾഡ് കപ്പ് കളിക്കുക എന്നാണ്. വേൾഡ് കപ്പ് ഫൈനൽ കളിക്കുക ഒന്നുമല്ല, വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം, അതായിരുന്നു സുനിൽ ഛേത്രിയുടെ ലക്ഷ്യം. ഇനി സുനിൽ ഛേത്രിയുടെ പിൻഗാമിയായി വരുന്ന ഇന്ത്യൻ പ്ലെയേഴ്സ് ഇന്ത്യൻ ടീമിന് വേൾഡ് കപ്പ് കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ഇവിടെ അവിടെയാണ് മെയിൻ ചോദ്യം. അതാ, ഇനിയും സുനിൽ ഛേത്രിക്ക് ശേഷം അതെ, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു പുള്ളിയുടെ സ്ഥാനത്തേക്ക്, പുള്ളിയുടെ പൊസിഷനിലേക്ക് ഇനി ആരെ കൊണ്ടുവരുമെന്നുള്ളതാണ് പുള്ളിയുടെ സ്കില്ലും കഴിവും. ഇന്ത്യൻ ടീമിലാണെങ്കിലും യങ്സ്റ്റേഴ്സ് വളരെ മനോഹരമായി കളിക്കുന്നവരുണ്ട്. നമുക്ക് ISL കാണാം. നമുക്ക് നമ്മുടെ രാഹുലാണെങ്കിലും സഹലാണെങ്കിലും നമ്മുടെ രാഹുൽ KP, അതുപോലെ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ട്. ജെറി, ഇങ്ങനെ അത്യാവശ്യത്തിലേറെ നല്ലപോലെ കളിക്കുന്ന ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ISL ഉണ്ട്. ഇവരൊക്കെ ഇന്ത്യൻ ടീമിന് വേണ്ടിയും നല്ലപോലെ തിളങ്ങി കളിച്ചു വരിക. ഇനിയും ചിലപ്പോൾ അവർക്ക് ഇച്ചിരി ഒരു ഉത്തരവാദിത്വം വരുന്ന പോലെയൊക്കെയാവും. എന്നാലും സുനിൽ ഛേത്രിയുടെ അത്രയും എത്തുമോ എന്ന് അല്ല, അത്രയും നല്ല സുനിൽ ഛേത്രി ഉണ്ടായിരുന്നപ്പോൾ നമുക്കെല്ലാം ബാക്കിയുള്ള ഒരു പ്ലേയേഴ്സിനുള്ള ഒരു വിശ്വാസം ഉണ്ട്. പുള്ളി ഇറങ്ങുമ്പോൾ ഒരു വിശ്വാസമുണ്ട്. അതെ, പുള്ളി ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട് ഫ്രണ്ടിൽ. അതിപ്പോ ഏത് പ്ലേയേഴ്സ് ആണെങ്കിലും. പിന്നെ ഇന്ത്യ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഫുട്ബോളിനെ ഇത്രയും തലത്തിലേക്ക് എത്തിച്ചത് സുനിൽ ഛേത്രി തന്നെയാണ്. നല്ലൊരു ക്യാപ്റ്റനാണ് പുള്ളിക്കാരൻ. സുനിൽ ഛേത്രിയുടെ ഒരു വിരമിക്കൽ ഏറെ വിഷമകരമാണ്. പുള്ളിക്കൊരു വേൾഡ് കപ്പിലേക്ക് എത്തണമെന്നുണ്ടായ പുള്ളിയുടെ ആ ഒരു ജോലി പറഞ്ഞ പോലെ ഒരു ആഗ്രഹമായിരുന്നു. വേൾഡ് കപ്പിൽ ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്ക്, അത് എത്തിയില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇനി സുനിൽ ഛേത്രിയുടെ സ്ഥാനത്തേക്ക് അടുത്ത ആര് വരുമെന്ന് നമുക്ക് കണ്ടറിയാം. കണ്ണിട്ടുന്നു അല്ല
കണ്ടറിയാം. കണ്ടറിയാം. അപ്പോ ബാക്കി ഇനി സ്പോർട്സ് വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് ബാക്കി സ്പോർട്സ് വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സീസൺ എൻഡ് ആണ്. സീസൺ എൻഡിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന രണ്ടല്ലെങ്കിൽ മൂന്ന് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പ്രീമിയർ ലീഗ് ആരടിക്കും. അത് രണ്ടുപേർക്ക് ഓരോ കളി. കപ്പ് മാഞ്ചസ്റ്റർ സിറ്റിക്കും ആർസണലിനും ഒരു കളി. അത് സിറ്റി ഫൈനലിൽ കളി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് കപ്പ്. സിറ്റി തോറ്റു, ആർസണലാണ് ലാസ്റ്റ് കളി ജയിക്കുന്നത്, ആർസണലിന് കപ്പ്. ആർസണലോ തോക്കുവാണെങ്കിൽ, സിറ്റിയും തോറ്റു ആർസണൽ തോറ്റാണെങ്കിലും ആർക്ക് കപ്പ്? സിറ്റിക്ക് കപ്പ്. അപ്പം അങ്ങനൊരു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എത്ര പറഞ്ഞാലും സിറ്റിക്ക് മുൻതൂക്കം എവിടെ? കാരണം അവർക്കൊരു സമനില പിടിച്ചാലും അവർക്ക് കപ്പ്, സമനില പിടിച്ചാലും കപ്പ് അടിക്കാം. ആ ഒരു പൊസിഷനിലാണ് സിറ്റി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലേ ഈ ആർസണലിന്റെ കാര്യം ഇച്ചിരി കഷ്ടമാണ്. ആർസണല് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവര് എപ്പോഴും ആദ്യമേ നല്ല തീ കളിയായിരിക്കും. തീ കളി കളിച്ച് ഏറ്റവും അവസാനം കൊണ്ടുവന്നിട്ടാണ് കയ്യെത്തും ദൂരത്തു നിന്നാണ് അവരുടെ. കഴിഞ്ഞ തവണത്തെ പ്രീമിയർ ലീഗിലാണെങ്കിലും അതേ സെയിം അവസ്ഥ തന്നെയായിരുന്നു. ഇത്തവണയും അതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കണ്ടറിയാം. പക്ഷെ എന്റെ ഒരു നിഗമനം വെച്ച് ഞാൻ സിറ്റിയെ കപ്പടിക്കത്തുള്ളൂ. അതിനാണ് സാധ്യത കൂടുതൽ. സിറ്റി കപ്പടിക്കാനാണ് സാധ്യത കൂടുതൽ. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം ആർസണൽ വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പ് ആർസണൽ ലഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഈ സീസണോട് കൂടി തന്നെ ലിവർപൂളിന്റെ എക്കാലത്തെ മികച്ച കോച്ച് ക്ലോപ്പ് പടിയിറങ്ങുകയാണ്. ലിവർപൂളിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അപ്പോൾ പ്രീമിയർ ലീഗിന് നല്ലൊരു നഷ്ടമാണ് ക്ലോപ്പിന്റെ. ഇപ്പൊ നമ്മുടെ പ്രിഡിക്ഷൻസ് അറിയാമല്ലോ. അപ്പോ നീ നിന്റെ പ്രഡിക്ഷൻ പറഞ്ഞില്ല. അല്ല അവൻ ജോയലിന്റെ ഒരു ആദ്യം ജോയലിൽ നിന്ന് തുടങ്ങാം. ജോയലിന്റെ ഒരു പ്രഡിക്ഷൻ, അതായത് പ്രീമിയർ ലീഗിൽ ആര് കപ്പടിക്കും എന്നൊരു പ്രഡിക്ഷൻ. ചുമ്മാ നമ്മള് പ്രഡിക്ഷന്റെ കാര്യത്തിൽ പുലികളാ. ISL ഇതുപോലൊരു പ്രഡിക്ഷൻ ചുമ്മാ പറഞ്ഞ പോലെ എനിക്ക് ആർസണൽ ജയിക്കണമെന്നാണ്. അപ്പോൾ ലാസ്റ്റ് മത്സരം ആർസണൽ സിറ്റി ലാസ്റ്റ് മത്സരം തോക്കണം, ആർസണൽ ലാസ്റ്റ് മത്സരം ജയിക്കണം. രണ്ടും ഒരേ ടൈമാണ്. അതായത് രണ്ടും മെയ് 19 ഞായറാഴ്ച, രണ്ടും ഒരേ ടൈമിലാണ് നടക്കുന്നത് 8:30. അപ്പോൾ വെസ്റ്റ് ഹാമിനെതിരെ സിറ്റി ഒരു 2 ഗോളിന് തോക്കുകയും, അപ്പോൾ 2-1 അല്ല 2-0 അല്ലെ 3-1 അങ്ങനെ 2 ഗോളിന് തോക്കുകയും, ആർസണൽ എവർട്ടണെതിരെ ഒരു നല്ലൊരു മത്സരം ഒരു 3-0 അങ്ങനെ ഒരു ഗോൾ ലൈനിൽ വിജയിച്ച് പ്രീമിയർ ലീഗ് നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. എന്റെ ഒരു പ്രഡിക്ഷൻ വെച്ചാണെങ്കിൽ സിറ്റി കപ്പടിക്കും. സിറ്റി അവരുടെ 4ാമത്തെ തുടർച്ചയായ കപ്പടിക്കും. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ കുറഞ്ഞതൊരു 3 ഗോളിലേലും സിറ്റി അവസാന കളി ജയിക്കും. സിറ്റി അവസാനം 3 ഗോള്. പിന്നെ ആർസണല് ജയിച്ചിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അങ്ങനെയാണല്ലോ. അതാണ് എൻ്റെ ഒരു പ്രഡിക്ഷന്. ഞാനും സിറ്റി തന്നെ പറയുന്നത്. സിറ്റി ജയിക്കാനാണ് സാധ്യത കൂടുതൽ. പ്രഡിക്ഷൻ അല്ലേ ഇപ്പം നമുക്ക് പറയാം. സിറ്റി ഏകദേശം ഒരു 2-1 ജയിക്കുമായിരിക്കണം എൻ്റെ ഒരു ഊഹത്തിന് പ്രഡിക്ഷൻ. അപ്പം 3 പേരും പറയാം. ഞാൻ 3 ഗോളിൽ ജയിക്കും, നീ 2-1 ജയിക്കും. അവൻ ആർസണൽ ജയിക്കണം. ആർസണൽ ഒരു 2 ഗോൾ അല്ലെങ്കിൽ 3 ഗോളിന് ജയമാനിവാര്യല്ല, ജയമാനിവാര്യം സിറ്റി തോക്കുക വേണം. അത്ര എനിക്ക് ഇപ്പൊ കണ്ടറിയാനി അതെന്തോ ആവുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ പറഞ്ഞ ക്ലോപ്പിന്റെ പ്രീമിയർ ലീഗ് എന്നുള്ള പടിയിറങ്ങൽ, ക്ലോപ്പിന് ഒരിക്കലും ലിവർപൂൾ അല്ലാതെ വേറൊരു ടീമിനെ പരിശീലിപ്പിക്കാൻ മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല പ്രീമിയർ ലീഗിൽ. അപ്പോൾ പുള്ളിക്കാരൻ ഇനി എങ്ങോട്ടെന്നറിയില്ല. പ്രീമിയർ ലീഗിന് വലിയൊരു നഷ്ടമാണ് ക്ലോപ്പിന്റെ വിയോഗം. അപ്പം അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് അല്ലാതെ തന്നെ അടുത്തത് എനിക്ക് തോന്നുന്നു ബുണ്ടസ്ലീഗയിൽ ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ബുണ്ടസ്ലീഗയിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം നിൽക്കുന്നത് ബയൺ ലെവർകൂസൻ. അവരെന്തൊക്കെ പറഞ്ഞാലും മാസായി തവണ കാണിച്ചത് 50 സ്ട്രെയിറ്റ് വിൻ, സ്ട്രെയിറ്റ് ഡ്രോയും വിന്നും മാത്രം, ഒരു ലോസ് ഇല്ല. സമ്മതിക്കണം. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഇത്രയും ടീമുകളുടെ ബേണുണ്ട്, ഡോർട്ട്മണ്ട് ഉണ്ട്, പുട്ടുപോലെ അടിച്ചവരേക്ക് എല്ലാ കളിയും സമനില ജയം. അതും അവരുടെ ഇഞ്ചുറി ടൈം ലാസ്റ്റ് ഗോളുകളിൽ തോക്കുന്ന ഉറപ്പിച്ച കളി അമ്മാര് സമനില പിടിക്കും. എനിക്കിപ്പോഴും ഞാൻ ഫോണിനകത്ത് ഇങ്ങനെ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്
4-3-3 അവർ പോസ്റ്റ് ചെയ്തു ലെവർകൂസന്റെ ഫസ്റ്റ് തോൽവി എന്നും പറഞ്ഞു. 6 മിനിറ്റ് കഴിഞ്ഞോണ്ടേ അതേ വേറൊരു റീപോസ്റ്റ് വന്നു സോറി എന്നും പറഞ്ഞു. കാരണം ലെവർകൂസൻ ആ കളി ആ ലാസ്റ്റ് മിനിറ്റ് ഗോൾ അടിച്ച് കളി ജയിച്ചു. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള കളികളായിരുന്നു. ലെവർകൂസൺ ഇനി മുമ്പിലുള്ളത് ഈ സീസണിൽ ആകെ മുമ്പിലുള്ളത് 3 മത്സരം. അത് 1 ബുണ്ടസ് ലീഗിലെ അവസാന മത്സരം, 2 യൂറോപ്പ ലീഗ് ഫൈനൽ, 3 അവരുടെ ഒരു നമ്മുടെ ജർമ്മൻ ലീഗിലെ ഒരു ഡൊമസ്റ്റിക് ലീഗ് ഫൈനൽ. ഇപ്പൊ 3 കളിയും കൂടെ കഴിയുമ്പോൾ 3 കളിയും കൂടെ സ്ട്രെയിറ്റ് വിൻ. ബുണ്ടസ്ലീഗ അവർ അടിച്ചു കഴിഞ്ഞു. ഈ 3 കളി സ്ട്രെയിറ്റ് വിൻ ആണെങ്കിൽ ആ ചരിത്രത്തോടൊപ്പം എത്താൻ ഇനി പറ്റത്തുള്ളൂ. ഒരിക്കലും ആ ചരിത്രം തിരുത്താൻ പറ്റത്തില്ല. അതാണ് പൊട്ടിക്കാനില്ല. അവർക്ക് ട്രിബിൾ നേടാം. ബുണ്ടസ് ലീഗ നേടിക്കഴിഞ്ഞു. യൂറോപ്പ ലീഗും ഇനി അവരുടെ ആ ഒരു എനിക്ക് അതിന്റെ കറക്റ്റ് പേരറിയത്തില്ല, ആ ഒരു 3ാമത്തെ ലീഗ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അവർ ചാമ്പ്യൻസ് ലീഗിലോട്ടൊരു പോക്കുണ്ട്. അവിടെയാണ് അറിയേണ്ടത്. ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി അവർ ക്വാളിഫൈ ആയി കഴിഞ്ഞു. ഇനി 2024-25 സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ തേരോട്ടം നമുക്ക് നല്ലൊരു തേരോട്ടം കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. അതെ, അതുപോലെ തന്നെ അടുത്തത് വരുന്നേതാ നമ്മുടെ നമ്മൾ ഇനിയുള്ളതെന്ന് പറയുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീമാണ് ഫൈനലിൽ വന്ന ഡോർട്ട്മുണ്ട്. റയൽ മാഡ്രിഡ് പിന്നെ അവിടെ നമ്മുടെ പിന്നെ എനിക്ക് പേഴ്സണലി ആ ടീം ഒട്ടും ഇഷ്ടമല്ല. അത് വേറൊരു പോക്ക്. റിയൽ മാഡ്രിഡ് ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ സാധ്യത കൂടുതൽ റിയൽ മാഡ്രിഡ് ആണെങ്കിലും ഡോർട്ട്മുണ്ട് ജയിക്കണമെന്നാ എന്റെ അതില് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നിന്റെ ഡോർട്ട്മുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ ഞാനൊരു റിയൽ മാഡ്രിഡ് വിരോധി എന്ന് വേണമെങ്കിലും പറയാം. സന്തോഷം. എന്നാലും ഡോർട്ട്മുണ്ട് ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സ്കോർ പറയണോ? സ്കോർ 1-0. ഒരു ഗോൾ അടിക്കുക, പിന്നെ അവർ പിടിക്കും. ഡോർട്ട്മുണ്ട് വിജയിക്കും. റയൽ മാഡ്രിഡ് തകരുമെന്നല്ല, എന്നാലും നമുക്ക് നല്ലൊരു മനോഹരമായ ഫൈനൽ കാണാൻ സാധിക്കും. 2-0 അല്ലെങ്കിൽ 2-1. ഡോർട്ട്മുണ്ട് 2, റയൽ മാഡ്രിഡ് 1. എനിക്ക് തോന്നുന്നു 2-2 പോവായിരിക്കും. സമനില വരുമായിരിക്കും കളി. ശേഷം അല്ലെങ്കിൽ പെനാൽറ്റി പോവും. അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിൽ മിക്കവാറും പെനാൽറ്റിയിൽ ആര് ജയിക്കും? അതാ ചോദ്യം. ജയം എനിക്ക് ആഗ്രഹം ഡോർട്ട്മുണ്ട് ജയിക്കണമെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു റിയൽ മാഡ്രിഡ് ജയിക്കാൻ. ഏതിലൊന്നും ഉറപ്പിച്ച് പറയടേ. അവിടെ ഇല്ല, ഇവിടെ ഇല്ല. റിയൽ മാഡ്രിഡ് ജയിക്കും. നമ്മുടെ ജയിച്ചാൽ പിന്നെ അവന്മാര് 10-15 കപ്പായി അവന്മാർക്ക്. എത്ര ജയിക്കാനാണ് അവന്മാർ ഇനി അടുത്ത നമ്മളെ റിയൂസ് വിരമിക്കുകയാണ്. ഡോർട്ട്മുണ്ട് വിടുകയാണ്. പുള്ളിക്കാരനൊരു ട്രോഫി, പുള്ളിക്കാരന്റെ കരിയറിൽ ഒരു പൊൻതൂവലായി ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പുള്ളിക്കാരൻ്റെ ആഗ്രഹം സഫലമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ സാറ്റർഡേ കോർണറിലെ പ്രധാനപ്പെട്ട ചൂടുള്ള 3-4 വാർത്തകൾ ഇതൊക്കെയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനി നമുക്ക് വരുന്ന നമ്മുടെ ഡൊമസ്റ്റിക് ലീഗ്, ഇന്ത്യൻ പ്രീമിയർ ലീഗ്, IPL. അതും പറഞ്ഞല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് സീസൺ എൻഡ് ആയി. സത്യം പറഞ്ഞാൽ ഈ സീസണിനെ കുറിച്ച് പറയാന്നില്ലേ, സത്യം പറഞ്ഞാൽ വലിയ എല്ലാവരും മീൻസ് നമ്മൾ സാറ്റർഡേ കൊണ്ടല്ലാത്ത വീഡിയോ പറഞ്ഞു, ഈ സീസണിൽ മൊത്തം 200 കടന്നുള്ള കളികളാണ് മൊത്തം കളികൾ. അതുകൊണ്ട് നമുക്ക് എനിക്കൊന്ന് പണ്ടൊക്കെ 200 വരുന്ന 2-3 കളികളേ ഉള്ളൂ. അതിപ്പോൾ ഭയങ്കര ത്രില്ലിങ്ങാണ്, നമുക്ക് കാണാൻ ഭയങ്കര. ഇപ്പം ഈ സീസണിൽ മൊത്തം 200. ഹൈദരാബാദൊന്നും അൺസ്റ്റോപ്പബിളാണ്. അവന്മാർ ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ അവന്മാർ 200 കഴിഞ്ഞിരിക്കും. ഇത്തവണ IPL ഒരു ബോറിംഗ് ഒരു ഐറ്റം ആ ഒരു വൻ സ്കോറിംഗ് ആയിരുന്നു. കാരണം ഈ വൻ സ്കോറിങ്ങിനെ പിന്തുടർന്ന് വരുന്ന ടീമും അതുപോലെ തന്നെ കടിക്കുക, അടിയോടടി. ഒരിക്കലും ജയിക്കത്തില്ല. ഇത്തവണ IPL ഏറ്റവും വലിയ റെക്കോർഡാണ് തകർന്നത്. പഞ്ചാബ് ഏറ്റവും വലിയ ഹയസ്റ്റ് ടോട്ടലാണ് ചേസ് ചെയ്തത്. 262 റൺ അവർ ചേസ് ചെയ്തെടുത്തത്. T20 ക്രിക്കറ്റിന്റെ ചരിത്രമാണ്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായി ഒരു സീസൺ മുമ്പോട്ട് കടന്നു പോകുന്നു. അതും പക്ക ഒരു ഫോട്ടോ ഫിനിഷിംഗ് പോലെ. ഏറ്റവും വലിയ IPL ഏറ്റവും വലിയ 2 ഫാൻസ് തമ്മിലുള്ള മത്സരമാണ് നമ്മളിനി ശനിയാഴ്ച കാണാൻ. അത്ര വലുതൊന്നും അല്ല, പിന്നെ അവന് വലുത്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ 2 ടീമെന്നുപരി 2 ഫാൻസ് തമ്മിലുള്ള ഇമോഷണലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു എനർജിയും, ആ എനർജി ക്ലാഷ്, ഇമോഷണൽ ആൻഡ് എനർജി ക്ലാഷ് നമുക്ക് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കും. അല്ലാതെ ഈ ജെറിൻ ഇവിടെ അടിവാരത്ത് അങ്ങ് താഴെ മേളിലോട്ട് ഇങ്ങനെ മലന്ന് കടന്ന് നോക്കുന്ന പോലെ നമുക്ക് പറയാം. അവന് ഇപ്പോൾ മുംബൈ പ്ലേ ഓഫിൽ വന്നായിരുന്നെങ്കിൽ
സൂപ്പറായിരുന്നു. ഇപ്പം നമ്മൾ പ്ലേ ഓഫിന്റെ അരികിലെത്തി അല്ലെ പ്ലേ ഓഫിൽ നിന്ന് ഔട്ട് ആവുന്ന ചാർജ് എന്നതിന് അത് വലിയ രസമുള്ള കാര്യമൊന്നുമില്ല. അവൻ പറഞ്ഞു ഫാൻസ് വലിയ ബിഗ്ഗസ്റ്റ് 2 ഫാൻസ് ഒന്നും ബിഗ്ഗസ്റ്റ് 2 ഫാൻസ് ഒന്നുമല്ല. വേണമെങ്കിൽ ഞാൻ അത് നീ പറയുന്നു ഇപ്പൊ ഞങ്ങള് കളിയിൽ നിന്ന് IPL നിന്ന് പുറത്തായോണ്ട് വേണേൽ അത് ഞാൻ സമ്മതിച്ചു തരാം. അല്ലാതെ ബിഗ്ഗസ്റ്റ് 2 വലിയ 2 ക്ലബ്ബ് 2 വലുതാണ്. പക്ഷെ ഫാൻസ് ഏറ്റവും കൂടുതൽ മുംബൈക്ക് തന്നെയാണ്. നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറി പോകുന്നു. ഇവൻ തുടങ്ങി വെച്ചാണ്. ഞാനിത് തുടങ്ങി വെച്ചല്ല, ഞാൻ നിശബ്ദനായിട്ടിരുന്ന് എന്നെ ഒരാവശ്യവും ഇല്ലാതെ പ്രൊവോക്ക് ചെയ്തതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് CSK vs RCBയുടെ ശനിയാഴ്ചത്തെ കളിയാണ്. മാറിയാലും മോസ്റ്റ് പവർഫുൾ 2 ഫാൻസ്, അത് ചെന്നൈ RCBയുടെ മത്സരം, അത് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിക്കും. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് പറയാനുള്ള IPL 3 ടീം ക്വാളിഫൈ ആയി. RR, KKR അതുപോലെ തന്നെ SRH 3 ടീം ക്വാളിഫൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ള ഒരൊറ്റ സ്പോട്ടാണ്. ആ ഒറ്റ സ്പോട്ടിലേക്ക് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ചെന്നൈ ഉണ്ട്, RCB ഉണ്ട്, DC ഉണ്ട്, LSG ഉണ്ടെന്ന് ഇങ്ങനെ പറയാം. പക്ഷേ ഈ LSGക്കും DCക്കും നെറ്റ് റൺ റേറ്റ് വളരെ കുറവാണ്. അവരിനി വലിയൊരു മാർജിനലി ജയിക്കണം. അപ്പോൾ അവരെ നമുക്ക് എന്താണെങ്കിലും തഴഞ്ഞു കളഞ്ഞേക്കാം. അവിടെ നമുക്ക് വരുന്നത് RCB ആൻഡ് ചെന്നൈ. അതിൽ RCB ഒരു 200+ റണ്ണ് ചേസ് ചെയ്യുവാണെങ്കിൽ 18.1 ഓവറിൽ അത് ചേസ് ചെയ്യുകയും മറുപടി ആയിട്ടാണെങ്കിൽ എന്ന് പറയുമ്പോൾ ചെന്നൈയുടെ ബാറ്റിംഗ് ആണെങ്കിൽ ചെന്നൈയെ ഇത്ര റണ്ണിന് 18 റണ്ണ് സംതിങ് ആണ്ട് തോൽപ്പിക്കുകയും വേണം. എന്നാൽ മാത്രമേ നെറ്റ് റൺ റേറ്റ് മറികടന്ന് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അത് നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. മഴ അല്ല, ചെന്നൈ ശനിയാഴ്ച മഴ പെയ്യാതിരിക്കട്ടെ. എന്റെ ഇപ്പൊ ആ ഒരു കളിയിലെ പ്രഡിക്ഷൻ പറയുവാണെങ്കിൽ എനിക്ക് RCB ജയിക്കണമെന്നാണ് ആഗ്രഹം. കാരണം അവൻ മുംബൈ ആരാധകനും ധോണി വിരോധിയുമായതുകൊണ്ട് മാത്രം പറയും. ധോണി വിരോധി എന്നൊന്നും പറയണ്ട, ഞാൻ ധോണി വിരോധി ഒന്നല്ല. പക്ഷെ എനിക്ക് RCB, കാരണം RCB ജയിക്കണമെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി തന്നെയാണ്. കാരണം പുള്ളി അത്ര നീ അങ്ങനെ ഒരു ആക്ഷൻ ഒന്നും കാണിക്കണ്ട. എനിക്ക് ഈ സീസണിൽ മുംബൈ ഫാനാണ് ഞാൻ. പക്ഷേ എന്നാലും എനിക്ക് ഈ സീസണിൽ എനിക്കിഷ്ടമുണ്ട്, കപ്പെടുക്കണം എന്നൊരു ആഗ്രഹം തോന്നിയ 2 ക്ലബ്ബ് എന്ന് പറയുന്നത് RCBയും RRും തന്നെയാണ്, രാജസ്ഥാനും. കാരണം അവരത് അർഹിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്ലേ ഓഫിൽ ഇനി ആര് കയറുമായിരിക്കും ബാക്കിയുള്ളവർ? പ്ലേ ഓഫിൽ KKR ക്വാളിഫയറിൽ കയറിയില്ലേ? KKR കയറി, RCB കയറും ഉറപ്പാണ്. RCB ടോപ്പ് 4 ജെറിൻ RCBയെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ചെന്നൈ, ഞാൻ RCB കയറട്ടെ. അതുപോലെ ഇത്തവണ IPLന്റെ ഫൈനൽ ചെന്നൈയിൽ വെച്ചാണ് നടക്കുന്നത്. ഒബിയസ്ലി ചെന്നൈ വെച്ച് നടക്കുന്നുണ്ടെ തല ആ ഫൈനൽ കളിക്കണമെന്നാണ് ഞങ്ങൾ ചെന്നൈ ആരാധകരുടെ ആഗ്രഹം. പുള്ളി വിരമിക്കുകയാണെന്ന് പറയുന്നു. IPL സീസണിൽ ചെന്നൈ ഫൈനലിൽ വരുമെന്ന് ഞാൻ പറയുന്നു. ചെന്നൈ ആണ് ഇത്തവണ IPL കിരീടം ചൂടുന്നതെന്ന് ഞാൻ പറയുന്നു. ജെറിന് എന്താണ്? ഞാൻ രാജസ്ഥാൻ്റെ കൂടെ. ഞാനും ഇപ്പോൾ RCB രാജസ്ഥാനും വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ 2 പേർ കൂടെ കപ്പ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു കളിയും ഏകദേശ കളിയൊക്കെ വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം RRന്റെ നമ്മുടെ മറ്റേ ബട്ട്ലർ പോയി, ഇന്റർനാഷണൽ കളിക്കാൻ പോയി. ആദ്യത്തെ 9 കളിയിൽ ഒരു ലോസ് മാത്രമേ ഉള്ളൂ. ശേഷം വന്ന 4 കളിയും തോറ്റു. അല്ല, RCBയും RRും എല്ലാ സീസണിലും തുടർച്ചയായിട്ട് വരുന്ന, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ എല്ലാ വർഷവും ചെയ്തു വരുന്നൊരു പരിപാടിയുണ്ട്. ആദ്യം തൊട്ടേ ജയിച്ച് വരും. RCBയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റു കിടക്കും. പക്ഷെ ഒരിടേന്നൊരു കളി തുടങ്ങും, അങ്ങോട്ട് ജയിച്ച് ഇല്ല പ്ലേ ഓഫിന്റെ അവിടെ വരെ എത്തും, അവിടുന്ന് തോറ്റ് താഴോട്ടങ്ങ് പോകും. അങ്ങനെയാണ് വരാറുള്ളത്. ഇത്തവണ കപ്പെടുക്കാൻ സാധ്യത, മീൻസ് പ്രഡിക്ഷൻ ആണെങ്കിൽ ഞാൻ പറയുന്നു RR സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ IPL സാറ്റർഡേ കോർണറിലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിൽ ആദ്യം നമ്മുടെ സുനിൽ ഛേത്രിയുടെ ഇന്ത്യൻ ടീമിൽ നിന്നുള്ള പുള്ളിക്കാരൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം, അതുപോലെ പ്രീമിയർ ലീഗ്, മുൻഡൻസ് ലീഗിൽ നമ്മുടെ ലെവർകൂസന്റെ കാര്യവും സംസാരിച്ചു. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു പ്രഡിക്ഷനും, അതുപോലെ തന്നെ IPLന്റെ ഈ വർഷത്തെ ഫൈനൽ ആര് കളിക്കും അല്ലെങ്കിൽ ആര് നേടുമെന്നുള്ള ഒരു ചർച്ചയിലേക്കും കടന്ന് ഇന്നത്തെ ഈ സാറ്റർഡേ കോർണർ ഞങ്ങളിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. SRHും KKRും കിടപ്പുണ്ട്.
എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും തോന്നുന്നില്ല. സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ പ്രഡിക്ഷൻ, നമ്മൾ പ്ലേ ഓഫിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ എലിമിനേറ്ററിനകത്താണ് 2 ക്വാളിഫയർ എലിമിനേറ്ററിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആ എലിമിനേറ്ററിൽ നമ്മൾ അല്ല പ്രഡിക്ഷൻ പറഞ്ഞല്ലോ, അത് മതി നമുക്ക് അത്രേ ഉള്ളൂ. കാരണം വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് IPL തുടക്കം മുതലേ തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് അതിനെ പറ്റി പക്കയായിട്ട് നമുക്ക് സെറ്റായിട്ട് പറയാമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് പ്രഡിക്ഷൻ മാത്രമേ പറയാനുള്ളൂ, കാരണം തീരാറായി, സീസൺ എൻഡായി. ഓക്കെ, ഇനി നമ്മൾ ഈ സാറ്റർഡേ കോർണർ ചർച്ചാ വിഷയമായും ചർച്ചയ്ക്ക് വേണ്ടിയും ഒത്തുകൂടുന്നത് ഇന്റർനാഷണൽ ലെവൽ മാച്ചസിന് വേണ്ടിയിട്ടായി. ഇന്റർനാഷണലി നമ്മൾ പോവുകയാണ്. കോപ്പ അമേരിക്ക, അതെ, യൂറോ കപ്പ്, T20 വേൾഡ് കപ്പ്. അയ്യോ, 3 എണ്ണം. അപ്പൊ ഈ 3 കാര്യങ്ങളുടെ ഒരു വിശദീകരണവും അല്ലെങ്കിൽ ടീമുകളുടെ ചാൻസസിനെ പറ്റി നമ്മൾ സംസാരിക്കാനും അതിന്റെ കാര്യങ്ങൾ വിചിന്തനം ചെയ്യാനും ഒത്തുചേരുന്നതായിരിക്കും. എനിക്കറിയത്തില്ല ചർച്ച എന്നാന്ന് തോന്നുന്നു. ചുമ്മാ അർത്ഥമൊന്നും അറിയത്തില്ല. മറ്റേ ജഗദീഷ് പറയുന്ന പോലെ വെയിറ്റ് ഉള്ള വാക്കല്ലേ, അതുപോലെ ഇരുന്ന് പറയുക. എന്തായാലും അടുത്ത ശനിയാഴ്ച അതെ ഈ ചർച്ചകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. കാണാം സാറ്റർഡേ കോർണർ. സോ ഈ കുറച്ച് തമാശകൾ വേണ്ടിക്കാം. ഇറ്റ്സ് മീ ജെറി ജേക്കബ് ജോൺ. ഇറ്റ്സ് മീ ജോയൽ തോമസ്. ഡാനിയൽ റിജിമോൻ.